അങ്ങനെ അനി മുത്തശ്ശനോടും മുത്തശ്ശിയോടും സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അതായത് അന്ന് പാലിൽ വിഷം കലർത്തിയത് അനാമികയാണെന്നുള്ളത്. അന്ന് നയനേച്ചി പാല് കാച്ചി വെച്ചിട്ട് അത് തണുക്കാനായിട്ട് വെച്ചിട്ട് അങ്ങോട്ട് മാറിയ സമയത്താണ് അനാമിക വന്ന് അതിൽ വിഷം കലർത്തിയത്. നവ്യേച്ചിയുടെ ഭാഗ്യം കൊണ്ട് അന്ന് അത് എടുത്തു കുടിച്ചത് വല്യമ്മയാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നവ്യേച്ചിയും കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ആകെ ഞെട്ടുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ സത്യമാണോ അനി? അതോ ഇനി അനാമികയെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി നീ കെട്ടിച്ചമച്ച കഥകളാണോ ഇതൊക്കെ? എന്താ മുത്തശ്ശൻ ഈ പറയുന്നത്? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇത് സത്യം തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ ആരോട് വേണമെങ്കിലും മുത്തശ്ശൻ ചോദിച്ചു നോക്ക്. ഇക്കാര്യം ഞാനും ഇപ്പോഴാണ് അറിയുന്നത്. ഇതറിയാത്തവരായിട്ട് ഈ വീട്ടിൽ നമ്മൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതുപോലും ഇപ്പം ഏട്ടത്തെയും വല്യമ്മയൊക്കെ കൂടി സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് ഞാൻ പോലും അറിയുന്നത്. സംശയമുണ്ടെങ്കിൽ മുത്തശ്ശൻ അവരോട് വിളിച്ചു ചോദിക്കുക എന്നൊക്കെ അനി പറയുന്നുണ്ട്. അങ്ങനെ അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എന്താടോ വസുന്ധര ഇതൊക്കെ? ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കറിയില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് ദേവയാനിക്ക് അനാമികയെ ഇഷ്ടമില്ല. അവൾ പറയുന്നതോ എടുക്കുന്നതോ ഒന്നും ഒരു വെറുപ്പോടു കൂടിയാണ് അവൾ കാണുന്നത്. അതുമാത്രമല്ല, ഇദ്ദേഹം കണ്ടതല്ലേ അന്ന് ഓണക്കോടി എടുത്തു കൊടുത്തപ്പോൾ ദേവയാനി അത് സ്വീകരിക്കാഞ്ഞത്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാനും അന്ന് ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ദേവയാനിയോടും നയനമോളോടും ചോദിച്ചേ പറ്റൂ. വാ എന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ നയനയും ദേവയാനിയെയും ഒക്കെ ആദർശിനെയും ജയനെയും ഒക്കെ വിളിപ്പിച്ച് ഇവരോട് എല്ലാവരോടുമായിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ അസുഖങ്ങളൊക്കെ മാറി. നിങ്ങൾ പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും അതൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പരിഹരിച്ചേ പറ്റുള്ളൂ. എനിക്ക് ചില സംശയങ്ങളൊക്കെയുണ്ട്. അതിന് കൃത്യമായ മറുപടി നിങ്ങൾ തരണം. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ അറിയേണ്ടത്? അത് പിന്നെ മറ്റൊന്നുമല്ല, അന്ന് പാല് കുടിച്ചതിൻ്റെ പേരിലാണല്ലോ ദേവയാനിയുടെ കരളിന് പ്രശ്നമുണ്ടായത്. അങ്ങനെയാണെങ്കിൽ ആ പാലിന് എന്തോ കുഴപ്പമില്ലേ? എന്തായിരുന്നു പ്രശ്നം? ചുമ്മാ ഒരു ഗ്ലാസ് പാല് കുടിച്ചതെന്ന് കരുതി ഒരു മനുഷ്യൻ്റെ കരള് പോവോ? ഈ ചോദ്യം കേട്ട് ജയനും ആദർശും നയനയും ദേവയാനിയും ഒക്കെ ഞെട്ടുന്നുണ്ട്. മുത്തച്ഛൻ എന്തോ അറിഞ്ഞ മട്ടുണ്ടെന്ന് ആദർശന് മനസ്സിലായി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, അന്ന് ആ പാലിൽ ആരോ വിഷം കലർത്തിയിരുന്നു. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെ ആ പാല് കാച്ചിയത് നയനമോളല്ലേ? അത് നവ്യയ്ക്ക് വേണ്ടിയിട്ട്? അപ്പം നയന പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, ഞാൻ നവ്യേച്ചിക്ക് വേണ്ടിയിട്ട് കാച്ചിയ പാലാണത്. അത് തണുക്കാൻ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയ സമയത്താണ് അതിൽ ആരോ വിഷം കലർത്തിയത്. അതാണ് അമ്മ അറിയാതെ എടുത്തു കുടിച്ചത്. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ, അത് അനാമികയും അവളുടെ അമ്മയുമാണ്. അതെങ്ങനെ നിങ്ങളറിഞ്ഞു എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് പിന്നെ നവ്യേച്ചി അപ്പച്ചിയും അഭിയേട്ടനോട് സംസാരിക്കുന്നത് നയനേച്ചി കേട്ടിരുന്നു. നവ്യേച്ചി കേട്ടിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ ജലജയും അഭിയുമാണെന്നാണോ നയന പറയുന്നത്? അങ്ങനെയല്ല മുത്തശ്ശ, അനാമികയും അവളുടെ അമ്മയും കൂടി വിഷം പാലിൽ കലർത്തുന്നതിനെ പറ്റി സംസാരിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതുമൊക്കെ അപ്പച്ചി കേട്ടിരുന്നു. അപ്പച്ചി അത് ആരോടും പറഞ്ഞില്ല. അമ്മ ആ പാലെടുത്ത് കുടിച്ചതിന് ശേഷമാണ് അപ്പച്ചി അത് അഭിയേട്ടനോട് പറയുന്നത്. ഇന്നപോലെ രേവതിയും അനാമികയും കൂടെ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. നവ്യയുടെ കുഞ്ഞിനെയും അവളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ അപ്പച്ചി അഭിയോട് പറയുന്നത് നവ്യേച്ചി കേട്ടിരുന്നു. അങ്ങനെയാണ് പാലിൽ വിഷം കലർത്തിയത് അനാമികയും രേവതിയുമാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അത് ഞാനും നവ്യേച്ചിയും കൂടെ അനാമികയെ ചോദ്യം ചെയ്തിരുന്നു. നീയാണോ പാലിൽ വിഷം കലർത്തിയെന്ന് ചോദിച്ച് അപ്പോൾ അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തതാണ്. അവളാണ് അത് ചെയ്തതെന്നുള്ള കാര്യം. ഇതെല്ലാം കേൾക്കുമ്പോൾ മുത്തശ്ശന് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഇത്രയും നാളും നിങ്ങൾ എന്തുകൊണ്ട് ഇത് എന്നിൽ നിന്ന് മറച്ചു വെച്ചു? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അച്ഛ, അത് പിന്നെ അച്ഛന് അസുഖമായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് അച്ഛനിൽ നിന്ന് മറച്ചു വെച്ചത്. എനിക്ക് അസുഖമാണെന്ന് കരുതി അനിയുടെ ജീവിതം തകർക്കുകയാണോ വേണ്ടത്?
അനിക്ക് അനാമികയോട് ഇഷ്ടമില്ല എന്നും അവന് നന്ദുവിനെയാണ് ഇഷ്ടമെന്നുള്ള കാര്യവും അവൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും അനാമികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കില്ലായിരുന്നു. എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോന്ന് മറച്ചു വെച്ച് പാവം അനിയുടെ ജീവിതം വഴിയാധാരമായി. അതിന് അറിഞ്ഞോ അറിയാതെയോ ഞാനും ഒരു കാരണക്കാരനായി. ഈ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, അച്ഛ അനാമിക മോള് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വേണുവും രവതിയും കൂടെയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടാക്കുന്നതെന്ന്. പാവം എൻ്റെ മോള്, പാവം നിഷ്കളങ്കമായ കുട്ടി. അവളെ ചവിട്ടി തേക്കാനാണ് ഇവിടെ ഉള്ളവരിൽ പലരുടെയും ആഗ്രഹം. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശന് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, മിണ്ടരുത് നീ ഒറ്റയൊരുത്തി കാരണമാണ് നിന്റെ മകൻ ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ എന്തൊക്കെ അനുഭവിച്ചാലും നിനക്കതൊരു പ്രശ്നമേ അല്ല. അതെന്താന്ന് വെച്ചാ അവൾ നിന്നെ മയക്കിയെടുത്തു. ജീവിതം കൊണ്ട് അവൾ നിന്നെ കീഴ്പ്പെടുത്തി. നീ നയനമോളെ വെറുത്തു തുടങ്ങി. അപ്പം തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ചെറിയ തെറ്റുകൾ തിരുത്താൻ പറ്റൂ, എന്നാൽ വലിയ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് കൊലപാതകം പോലുള്ള തെറ്റുകൾ. കൊലപാതകമോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? നിനക്കൊരു മരുമകളുണ്ടല്ലോ, അവളെപ്പറ്റി എന്തറിഞ്ഞിട്ടാ നീ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് അച്ഛനല്ലേ ഇത്രയും നേരം പറഞ്ഞത് അനാമികയെ തിരിച്ചു വിളിച്ചോണ്ട് വരാനും അനിയുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണമെന്ന് പറയാനും ഒക്കെ. അങ്ങനെ ഒരാളെ പറഞ്ഞ് തിരുത്തി പൊരുത്തപ്പെട്ട് ജീവിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ ജീവിതം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അത് സെപ്പറേറ്റ് ആവുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നടക്കില്ല. എനിക്കറിയാമായിരുന്നു അച്ഛനും ഇവരുടെ ഒപ്പമേ നിൽക്കുള്ളെന്ന്. പക്ഷേ അത് ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീയൊക്കെ എന്ത് പറഞ്ഞിട്ടാടി അച്ഛൻ്റെ മനസ്സ് മാറ്റിയത്? നീ അവളോട് ആ മൊട്ടച്ചോട് പോയി പറഞ്ഞേരെ, ആരൊക്കെ എതിർത്താലും അവളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലെന്ന്. എന്തൊക്കെയാ ഇളയമേ പറയുന്നത്? എന്ത് പറഞ്ഞാലും എന്തിനാ ആ നന്ദുവിനെ പറയാൻ പോകുന്നത്? പറയവിടി, ഇനിയും പറയും. എൻ്റെ മരുമകളെ എന്നിൽ നിന്ന് അകറ്റി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് എല്ലാവരുടെയും വിചാരമെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല. അത് ഞാൻ ജീവനോടിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ജാനകിയുടെ കാരണം തീർത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്താടി നീ പറഞ്ഞത്? നീ എന്തറിഞ്ഞിട്ടാ പറയുന്നേ? നിനക്ക് നിന്റെ മരുമകളെ പറ്റി ഒരു ചുക്കും അറിയില്ല. നീ വെറും മരമണ്ടിയാ. അവളുടെ വാക്കും വിശ്വസിച്ച് നടക്കുന്ന വെറും മരമണ്ടി. ശരിക്കും പറഞ്ഞാ അവളുടെ വാക്ക് കേട്ട് നടക്കുന്ന വെറും ഒരു കളിപ്പാട്ടം മാത്രമാണ് നീ ഇപ്പോൾ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയും കൊണ്ട് വേണുവും രവതിയും അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കാണുമ്പോൾ ജാനകി പറയുന്നുണ്ട്, എൻ്റെ മരുമകളും അവളുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. ദയവ് ചെയ്ത് അവരോട് ആരും മോശമായിട്ട് സംസാരിക്കരുതെന്ന്. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വേണു അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ദേ ജാനകി, എൻ്റെ മകളെ ഞാൻ ദേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കേണ്ടത് ജാനകിയാണ്. എത്രയെന്ന് വെച്ചിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതുമൊക്കെ? ഞങ്ങളുടെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ ജാനകി ഒരാളെ ഉദ്ദേശം മാത്രമാണ്. അല്ലാതെ ഞങ്ങളുടെ മകളോട് ഒരു ശകലം പോലും സ്നേഹമില്ലാത്ത അവൻ്റെ അരികിലേക്ക് വിടാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല. ഇപ്രാവശ്യത്തേക്ക് കൂടി ക്ഷമിക്ക്. ഞാൻ എൻ്റെ മകനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കിക്കോളാം എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എന്ത് പറഞ്ഞിട്ട് എന്താ ജാനകി? അവന് ആ നശൂലം പിടിച്ച പെണ്ണിനോടാ പ്രേമം. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ആരും ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? അത് കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും? എനിക്ക് ലജ്ജ തോന്നിയിട്ട് പാടില്ല. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിർത്തടോ നിന്റെ അഭ്യാസങ്ങളൊക്കെ. എന്ത് അഭ്യാസമോ? നിങ്ങൾ എന്താ മൂർത്തി സാർ ഇങ്ങനെ പറയുന്നേ? സകല കൊള്ളരുതാഴികളും ചെയ്ത് വെച്ചതും പോരായിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു. തന്നെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടുകയാണ് വേണ്ടത്. അത്രമേലുണ്ട് താനൊക്കെ ചെയ്ത് കൂട്ടുന്ന കൊള്ളരുതാഴികൾ. താൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നു? തനിക്ക് സ്വത്തുണ്ട്, പറമ്പുണ്ട്, ആനയുണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്, എന്തൊക്കെയായിരുന്നു താൻ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നാൽ ഇതൊന്നുമില്ല, താൻ വെറും വട്ടപ്പൂജയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് പിന്നെ മൂർത്തി സാറെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ബിസിനസ്സിൽ ഒരു ഇടിവ് വന്നപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. എൻ്റെ അക്കൗണ്ട്സൊക്കെ മരവിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ സ്വത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു. നിർത്തടോ തൻ്റെ അഭിനയം. തന്നെപ്പറ്റി എല്ലാം ഞാൻ അന്വേഷിച്ചു. താൻ വെറും വട്ടപൂജ്യമാണെന്നും വെറും ഫ്രോഡാണെന്നും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. താൻ മാത്രമല്ല, തൻ്റെ ഈ ഭാര്യയും ഈ മകളും
ഇവള് ചെയ്ത തെറ്റ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അതിന് തന്നെ പോലൊരച്ഛൻ കൂട്ടുനിന്നല്ലോ. നിങ്ങളും ഒരു സ്ത്രീയല്ലേ? ഒരു കുഞ്ഞിനെ വളർത്തുന്നതും അതിനെ പ്രസവിക്കുന്നതും മുലയൂട്ടുന്നതും അതിനെ വളർത്തുന്നതും അതിൻ്റെ എല്ലാ പാടും നിങ്ങൾക്കറിയാവുന്നതല്ലേ? എന്നിട്ടും വയറ്റിലുള്ളൊരു കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിന്നവളല്ലേ നീ? നിന്റെയൊക്കെ മുഖത്തേക്ക് നോക്കാൻ തന്നെ എനിക്ക് അറപ്പാകുന്നു എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം അനാമിക പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, ഇവർ ഈ പറയുന്നതൊക്കെ നുണയാണ്. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? മിണ്ടരുത് നീ. സകല തെറ്റുകളും ചെയ്തു വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ നോക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട്, എന്താ മൂർത്തി സാറേ, അങ്ങനെ അങ്ങ് പറഞ്ഞ് ഞങ്ങളെ വിരട്ടാന്നാണോ വിചാരിക്കുന്നത്? ഞങ്ങളുടെ മകള് അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ മകള് ഒരിക്കലും പാലിൽ വിഷം കലർത്തിയിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, പാലിൽ വിഷം കലർത്തിയതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നതിന് വേണുവിന് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ മൂർത്തി സാറേ, ഇവര് പല പ്രാവശ്യമായിട്ട് ഇതും പറഞ്ഞ് എൻ്റെ മോളെ ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായിരിക്കുമെന്ന് വിചാരിച്ചു. തനിക്കറിയാം സത്യം എന്താണെന്നുള്ളത്. താൻ തന്നെയാണ് തൻ്റെ മകളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്നും എനിക്കറിയാം. വ്യക്തമായ തെളിവോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. തനിക്കോ തൻ്റെ മകൾക്കോ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാനുള്ള അർഹതയില്ല. ഇറങ്ങിക്കോണം ഇവിടുന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മൂർത്തി സാറേ, അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിവാക്കാന്ന് വിചാരിക്കേണ്ട. എൻ്റെ മോളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കറിയാം എന്തുദ്ദേശത്തിലാണ് നീ നിന്റെ മകളെ ഇങ്ങോട്ട് അയച്ചേക്കുന്നതെന്ന്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ഇതിൻ്റെ പേര് നിന്റെ മകൾക്ക് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട. അപ്പോൾ വേണു പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എന്നാൽ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഈ അനന്തപുരിക്കാരങ്ങനെ മനസമാധാനത്തോടെ കഴിയണ്ട. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, താൻ ചെല്ല്, ഏതറ്റം വരെ വേണമെങ്കിലും ചെല്ല്. ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തിയുണ്ടാക്കിയ ഈ സാമ്രാജ്യം അത് നിനക്ക് നിന്റെ മകൾക്കും തീരെഴുതി തരാനുള്ളതല്ല. അതിൻ്റെ അവകാശം എനിക്കും എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും മാത്രമുള്ളതാണ്. അതിനുവേണ്ടി നീ ഏതറ്റം വരെ പോയാലും അതിന് വേണ്ട മറുപടി ചെയ്യാൻ എനിക്കറിയാം. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് നീ നിന്റെ പെണ്ണുമ്പിള്ളെ മകളെ വിളിച്ചുകൊണ്ട് ഇറങ്ങിക്കോണം. ഒരു നിമിഷം പോലും ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. ഇത് കേട്ട് വേണു ജാനകിയോടായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ തൃപ്തിയായില്ലേ? വീട്ടിലിരുന്ന് ഞങ്ങളെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തിയിട്ട് ഇപ്പം സമാധാനമായില്ലേ? ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മകളെ ഈ നരകത്തിലേക്ക് വിടില്ല. വാ പോകാം എന്നും പറഞ്ഞ് വേണു അനാമികയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കണ്ട് വല്ലാതെ ദേഷ്യം പിടിച്ച് ജാനകി റൂമിലേക്ക് ഓടുന്നുണ്ട് കേട്ടോ.